Welcome to Geoid IAS Current Affairs Top Line. Geoid IAS has launched PCM batch targeting 2027 Civil Service Examination for rupees 1000 per month. One-time payment ചെയ്യുന്നവർക്ക് 2 years subscription and class only for 5000. 2 yearsന് 5000 മാത്രം. So join now. ആദ്യമായി India emerges as global leader in issuing IRCCs under Nagoya Protocol on ABS. സോ നഗോയ പ്രോട്ടോകോൾ എന്താണെന്നുള്ളത് സബ്സിക്വൻറ്റ് സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. മാർച്ച് 2026 ദ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി, മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അനൗൺസ് ദാറ്റ് ഇന്ത്യ ഹാസ് എമേർജ്ഡ് ആസ് എ ഗ്ലോബൽ ലീഡർ. ഇന്ത്യ ഒരു ഗ്ലോബൽ ലീഡറായി എമേർജ് ചെയ്തിരിക്കുന്നു ഇൻ ഇഷ്യൂയിങ് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ്സ് ഫോർ കംപ്ലയൻസ് അണ്ടർ ദ നഗോയ പ്രോട്ടോകോൾ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂറായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആസ് പെർ ദ ഡേറ്റ ഫ്രം ദ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് Clearing House, India has issued 3,561 IRCCs out of a global total of 6,311. അപ്പോൾ കൂടുതൽ സർട്ടിഫിക്കേഷനും ഇന്ത്യയിൽ നിന്നാണ് നടന്നിട്ടുള്ളത്. അക്കൗണ്ടിങ് ഫോർ മോർ ദാൻ 56% ഓഫ് ഓൾ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് വേൾഡ് വൈഡ്. ലോകം മുഴുവൻ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ 56% ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഇനി എന്താണ് നഗോയ പ്രോട്ടോകോൾ, എന്താണ് ABS, ഇതെല്ലാം നമുക്ക് സബ്സിക്വൻറ്റ് സെഷനിൽ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. നഗോയ പ്രോട്ടോകോൾ ഈസ് ആൻ ഇൻ്റർനാഷണൽ ലീഗൽ ഫ്രെയിംവർക്ക്. ഇൻ്റർനാഷണലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ലോ ബാക്ക്ഡ് ഫ്രെയിംവർക്കാണ്. സപ്ലിമെൻ്ററി ടു ദ കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. നമ്മുടെ ജൈവ വൈവിധ്യം കൺസർവേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു കൺവെൻഷനുണ്ട്, കൂട്ടായ്മയുണ്ട്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ നഗോയ പ്രോട്ടോകോൾ. ലീഗലി ബാക്ക്ഡ് ആണ്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഓൺ October 29, 2010 ഇൻ നഗോയ, ജപ്പാൻ. ജപ്പാനിലെ നഗോയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് അഡോപ്റ്റ് ചെയ്തത്. 2014 മുതൽ ഇത് പ്രാവർത്തികമായി. ഇൻ മെയ് 2011 ഇന്ത്യ സൈൻ ദ പ്രോട്ടോകോൾ. മിക്കവാറുമുള്ള ഇതുപോലുള്ള പ്രകൃതി സംരക്ഷണം ആയിക്കോട്ടെ, ക്ലൈമറ്റ് ചേഞ്ച് കൺവെൻഷൻസ് ആയിക്കോട്ടെ, പ്രോട്ടോകോൾസ് ആയിക്കോട്ടെ, ഇന്ത്യ വളരെ എന്തൂസിയാസ്റ്റിക്കലി അതിൽ പാർട്ട്ണർ ആയിരിക്കും, സൈൻഡ് എൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, എന്തിനാണ് ഈ ഫ്രെയിംവർക്ക് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് പ്രൈമർലി ഡിസൈൻ ടു എൻഷുർ ദ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വൺ ഓഫ് ദ 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് CBD. CBDയുടെ 3 ഒബ്ജക്റ്റീവ്സിൽ ഒരു ഒബ്ജക്റ്റീവായ ദ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ദി യൂട്ടിലൈസേഷൻ ഓഫ് ജനറ്റിക് റിസോഴ്സസ്. ഇപ്പോൾ മെഡിസിൻ കമ്പനീസ് ആയിക്കോട്ടെ, റിസർച്ച് ബേസ്ഡ് ആയിക്കോട്ടെ, ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നോ ഒരു പ്ലേസിൽ നിന്നോ ഒരു സ്പീഷീസിനെയോ ഒരു ആനിമലിനെയോ അവർ കളക്ട് ചെയ്യാണ്. അത് ഉപയോഗിച്ച് അവരൊരു മെഡിസിൻ ഡെവലപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു കണ്ടുപിടുത്തം നടത്തുകയാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കുമായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി, ഏത് ട്രൈബിൽ നിന്നാണോ ചിലപ്പോൾ ആ ഒരു വിവരം ശേഖരിച്ചത്, ആ ഒരു സ്പീഷീസിനെ കളക്ട് ചെയ്ത് അവർക്കും കൂടി അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്ന രീതിയിൽ വളരെ ജസ്റ്റിസ്ഫുള്ളായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നഗോയ പ്രോട്ടോക്കോളിൻ്റെ ഒരു ബേസ്. നഗോയ പ്രോട്ടോകോൾ വൺ ഓഫ് ദി കൺവെൻഷൻസ് ആണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ലീഗൽ ഫ്രെയിംവർക്കാണ്. ലോകത്തിൽ എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ടും മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടും പ്ലസ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യാനായിട്ടും ഒരുപാട് കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ് നിലവിലുണ്ട്. അതിലൊന്നാണ് നഗോയ പ്രോട്ടോകോൾ. മേജർ എൻവയൺമെൻറ്റൽ കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ് ക്ലൈമറ്റ് ചേഞ്ചിനായിക്കോട്ടെ, അറ്റ്മോസ്ഫിയറിക് പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, അതിനുള്ളതെല്ലാം താഴെ ലിസ്റ്റ് ചെയ്യുന്നത്. UNFCCC അതെന്താണ്? ഇറ്റ് ഈസ് എ ഫ്രെയിംവർക്ക് ടു കോമ്പാക്ട് ക്ലൈമറ്റ് ചേഞ്ച്, സെറ്റിംഗ് എമിഷൻ റിഡക്ഷൻ ഗോൾസ്. ഈ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസ് എമിഷൻ കുറയ്ക്കാനായിട്ടും ക്ലൈമറ്റ് ചേഞ്ചിന് അഡാപ്റ്റേഷൻ നൽകാനായിട്ടും മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആ ഒരു വേഗത സ്ലോ ഡൗൺ ചെയ്യാനായിട്ടും ഒക്കെ ഉള്ളൊരു കൺവെൻഷനാണ്, ഒരു ഫ്രെയിംവർക്കാണ് UNFCCC. യുഎൻ്റെ കീഴിലാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ ലീഗലി ബൈൻഡിങ് ആണ്, അതായത് ഡെവലപ്ഡ് കൺട്രീസിന് ലീഗലി ബൈൻഡിങ് ആണ്. സെറ്റ് ലീഗലി ബൈൻഡിങ് എമിഷൻ ടാർഗറ്റ് ഫോർ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്. അതായത് ഇത്ര എമിഷനേ പാടുള്ളൂ എന്ന് ഈ ഒരു ഫ്രെയിംവർക്കിൽ പറഞ്ഞിട്ടുള്ള, അതിന് മുകളിലോട്ട് പോകാൻ പാടില്ല. പാരീസ് എഗ്രിമെൻറ്റ് എയിംസ് ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ബിലോ 1.5 ഡിഗ്രി സെൽഷ്യസ്. 1.5 ഡിഗ്രി സെൽഷ്യസും കൂടിയുണ്ട്. ഓക്കെ, ത്രൂ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. എന്താണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ? ഓരോ രാജ്യവും സ്വമേധയാ ഞാൻ ഇത്ര കുറയ്ക്കാം, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോർവേഡ്, അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാനായിട്ടും സ്ലോ ഡൗൺ ചെയ്യാനും എൻ്റെ രാജ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വർഷങ്ങളിൽ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു ഡിറ്റർമിനേഷനാണ്, ആ ഒരു കോൺട്രിബ്യൂഷനാണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. വിയന്നെ കൺവെൻഷൻ 1985 ആൻഡ് മോൺട്രിയൽ പ്രോട്ടോകോൾ 1987. ഈ വിയന്നെ കൺവെൻഷൻ
മോൺട്രിയൽ പ്രോട്ടോകോൾ രണ്ടും ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. ബൈ ഫേസിങ് ഔട്ട് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകൾ തന്നെയാണ് പലപ്പോഴും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നതും ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നതും. സോ ഇതെല്ലാം അറ്റ് എ പോയിന്റ് മീറ്റ് ചെയ്യുന്നതാണ്. പോയിന്റ്സ് എല്ലാം കാരണക്കാരെല്ലാം അറ്റ് എ പോയിന്റ് മീറ്റ് ചെയ്യുന്നതാണ്. സോ വിയന്ന കൺവെൻഷൻ, മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രത്യേകമായിട്ടും ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ ആയിട്ടാണ്. പാരീസ് എഗ്രിമെൻറ്റ് ചോദിച്ചാൽ പ്രത്യേകമായി പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേറ്റ് ചെയ്യാനാണ്. എഗെയിൻ മോൺട്രിയൽ പ്രോട്ടോക്കോളിന് തന്നെ ഒരു അമെൻമെൻറ്റ് നടന്നിട്ട് ഉണ്ടായ ഒരു ഫ്രെയിംവർക്കാണ് കിഗാളി അമെൻമെൻറ്റ്, കിഗാളി എഗ്രിമെൻറ്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഫേസ് ഡൗൺ ഹൈഡ്രോ ഫ്ലോറോ കാർബൺ HFCs അണ്ടർ ദ മോൺട്രിയൽ പ്രോട്ടോക്കോൾ. നമ്മൾ റെഫ്രിജറൻ്റ് ആയിട്ടും കൂളൻസ് ആയിട്ടും ഉപയോഗിക്കുന്നതിലും ഒക്കെ ഈ HFCs ഉണ്ടല്ലേ, ഇതെല്ലാം വില്ലന്മാരാണ്. കാര്യം ഓസോൺ ലെയർ ഡിപ്ലീഷനെ വളരെയധികം ഫാസ്റ്റ് ആക്കുന്നതിൽ ഇവർക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഇതെല്ലാം ഫേസ് ഔട്ട് ചെയ്യാനായിട്ട് കിഗാളി അമെൻമെൻറ്റ് കൊണ്ടുവന്നു. 2016 കിഗാളി അമെൻമെൻറ്റ്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുമുള്ള കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ് ആണ്. ഫസ്റ്റ് CBD 1992 വരുന്നത്, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഫോക്കസ്ഡ് ഓൺ കൺസർവേഷൻ, സംരക്ഷണം, സസ്റ്റൈനബിൾ യൂസ്. അടുത്ത തലമുറയ്ക്കും കൂടി ഇത് ബാക്കി വെച്ചേക്കണം, ആ രീതിയിൽ സസ്റ്റൈനബിളായിട്ട് യൂസ് ചെയ്യണം. ആൻഡ് ഇക്വിറ്റബിൾ ബെനിഫിറ്റ് ഷെയറിംഗ്. ഇക്വിറ്റബിൾ ബെനിഫിറ്റ് ഷെയറിംഗ് മീൻസ് ഒരു ഏരിയയിൽ അല്ലെ ഒരു രാജ്യത്ത് ഒരു റിസോഴ്സ് അവൈലബിൾ ആണെങ്കിൽ, അതിപ്പോൾ മെഡിസിൻ പ്രൊഡക്ഷൻ ആയാലും ശരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസർച്ച് ആവശ്യത്തിനായാലും ശരി, ഒരാൾ കുത്തകയാക്കി എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കൺട്രീസിന് അത് ലഭ്യമാക്കാതിരിക്കുക, അല്ലെങ്കിൽ ഹൈ വാല്യൂവിൽ ഹൈ പ്രൈസിൽ ലഭ്യമാക്കുക, അങ്ങനെയുള്ള ചൂഷണങ്ങളൊന്നും ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ടാണ് ഇക്വിറ്റബിൾ ബെനിഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ആക്സസ് ബെനിഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നതും ഏതാണ്ട് ഈ ഒരു അർത്ഥത്തിൽ വരുന്നത് തന്നെയാണ്. നെക്സ്റ്റ് ഇസ് കാർട്ടജീന പ്രോട്ടോകോൾ ഗവേൺസ് ബയോസേഫ്റ്റി ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസംസ്. ഈ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസംസ് മീൻസ് നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെയാണ് പറയുന്നത്. ഇവയെ ഒന്നും പെട്ടെന്നൊന്നും നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയിലോട്ട് അല്ലെങ്കിൽ പ്രകൃതിയിലോട്ട് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അതെന്തൊക്കെ ജനറ്റിക്കൽ മോഡിഫിക്കേഷനാണ് അത് കൺസ്യൂം ചെയ്യുന്നവരിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. സോ അത് മാത്രമല്ല, ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് വളരെ റാപ്പിഡായിട്ട് നമ്മുടെ പ്രകൃതിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്തൊക്കെയാണ് അവർ ഈ ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതെല്ലാം കൺട്രോൾ ചെയ്യാനും വൈസ്ലി യൂസ് ചെയ്യാനുമായിട്ടാണ് ഈ കാർട്ടജീന പ്രോട്ടോകോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് നഗോയ പ്രോട്ടോകോൾ. ആസ് ഐ സെഡ് 2010 വരുന്നത്. ഫോക്കസ് ഓൺ ആക്സസ് ടു ജനറ്റിക് റിസോഴ്സസ് ആൻഡ് ഫെയർ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ്. സൈറ്റ്സ് 1973 വന്നതാണ്. റെഗുലേറ്റ്സ് ഇൻ്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. നക്ഷത്ര ആമ, അതുപോലുള്ള വെള്ളിമൂങ്ങ, ഇരുതലമൂരി, ഇതിനെല്ലാം ആൾക്കാർ പിടിച്ചിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് ചൈനയിലോട്ടൊക്കെ ട്രേഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപാട് ട്രേഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ജീവജാലങ്ങളുടെ വംശനാശം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ ഇൻ്റർനാഷണൽ ട്രേഡ് ചെയ്യുന്ന റെഗുലേറ്റ് ചെയ്യുന്നത് സൈറ്റ്സ് ആണ്. ദെൻ CMS 1979 ബോൺ കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ് ടു പ്രൊട്ടക്ട് മൈഗ്രേറ്ററി ആനിമൽസ്. ലാസ്റ്റ് ക്ലാസ്സിൽ മാം ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് റാംസർ കൺവെൻഷൻ. ദിസ് ഓൾസോ ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇൻ മൈ ലാസ്റ്റ് സെഷൻ. എന്തിനാണ് റാംസർ കൺവെൻഷൻ? വെറ്റ്ലാൻഡ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റാംസർ കൺവെൻഷൻ. നെക്സ്റ്റ് പൊല്യൂഷൻ ആൻഡ് ഹസാർഡസ് വേസ്റ്റ്. ബേസൽ കൺവെൻഷൻ 1989 കൺട്രോൾസ് ട്രാൻസ് ബൗണ്ടറി മൂവ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഹസാർഡസ് വേസ്റ്റ്. ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വൺസ് ഡെപ്പോസിറ്റഡ് ദിസ് വേസ്റ്റ് ക്രിയേറ്റ്സ് സിവിയർ എൻവയറമെൻറ്റൽ ഡാമേജ് ആൻഡ് പ്രോബ്ലംസ്. റോട്ടർഡാം കൺവെൻഷൻ 1998 കവേഴ്സ് ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഹസാർഡസ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസും പെസ്റ്റിസൈഡ്സും ഇൻ്റർനാഷണൽ ട്രേഡ് ചെയ്യുന്നതിന് റെഗുലേറ്റ് ചെയ്യുന്നതാണ് റോട്ടർഡാം കൺവെൻഷൻ. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ 2001 ഫോക്കസ് ഓൺ റെഡ്യൂസിങ് പെർസിസ്റ്റൻറ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. പോപ്സ് എന്ന് പറഞ്ഞാൽ വൺസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എൻവയൺമെൻറ്റ് ഇറ്റ് ഇസ് ഫോർ എവർ. നശിപ്പിക്കാൻ വളരെയധികം പാടാണ്. ഒരിക്കൽ എൻവയൺമെൻറ്റിലോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇവയെ നശിപ്പിക്കാൻ വളരെയധികം പാടാണ്. ഇതാണ് പെർസിസ്റ്റൻറ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. നെക്സ്റ്റ് മിനാമാത കൺവെൻഷൻ 2013 പ്രൊട്ടക്ട്സ് ഹ്യൂമൻ ഹെൽത്ത് ഫ്രം മെർക്യൂറി പൊല്യൂഷൻ. മെർക്കുറി, ഫ്ലൂറിൻ, ആർസനൈഡ് ഇതുപോലുള്ള കെമിക്കൽസ് എല്ലാം നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൽ വരെ മിക്സ് ആവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെയധികം ബ്രെയിൻ ഡാമേജ് അതുപോലുള്ള വളരെ സിവിയർ ആയിട്ടുള്ള ഡാമേജ് ഹ്യൂമൻ ബോഡീസിൽ ഉണ്ടാകും. നമ്മുടെ തലമുറയെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ടാണ് മെർക്യൂറിക്ക് വേണ്ടി സ്പെഷ്യലി മിനാമാത കൺവെൻഷൻ നമ്മൾ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.
പാരീസ് എഗ്രിമെൻറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാര്യം ഇപ്പോൾ അമേരിക്ക പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ പാരീസ് എഗ്രിമെൻറ്റിൻ്റെ കാർബൺ മാർക്കറ്റ്, പാരീസ് എഗ്രിമെൻറ്റ് ആർട്ടിക്കിൾ 6 ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കണം. പാരീസ് എഗ്രിമെൻറ്റ് 2015 അഡോപ്റ്റ് ചെയ്തത് 195 നേഷൻസ് ഓവർ ഒരു ടോട്ടൽ ഗ്ലോബലി എന്താ പറയുക റാറ്റിഫൈ ചെയ്ത ഒരു എഗ്രിമെൻ്റാണ് പാരീസ് എഗ്രിമെൻറ്റ്. COP21 ഇത് നമ്മൾ അഡാപ്റ്റ് ചെയ്തത് ടു കോമ്പാക്ട് ക്ലൈമറ്റ് ചേഞ്ച് with the primary goal of limiting global warming to well below 2 degrees Celsius, preferably 1.5 degrees Celsius. ഗ്ലോബൽ വാർമിംഗ് വളരെയധികം ഫാസ്റ്ററായിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിർത്തുക എന്നുള്ളതാണ് പാരീസ് എഗ്രിമെൻ്റ് എയിം. പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ലെവലിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ഇപ്പോൾ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ് ഇത്രയും ഗ്ലോബൽ വാർമിങ്ങിന് കാരണം. അവരുടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് സസ്റ്റൈനബിൾ അല്ലാതിരുന്നത് കൊണ്ടാണ് ഇത്രയും ഗ്ലോബൽ വാർമിംഗ്, ഇത്രയും എൻവയൺമെൻറ്റൽ ഡാമേജും ഉണ്ടായത്. സോ ഓരോ രാജ്യങ്ങളും സ്വമേധയായി ഏറ്റെടുത്ത ആ ഒരു ഗോൾസാണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പാരീസ് എഗ്രിമെൻ്റ് അനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു പാരീസ് എഗ്രിമെൻറ്റിനോട് നീതി പുലർത്താം. അതാണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ആർ നോൺ ബൈൻഡിങ് നാഷണൽ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻസ്. നോൺ ബൈൻഡിങ് ആണ്. ഇത് ചെയ്തില്ലെങ്കിലും ലീഗലി ആക്ഷനൊന്നും ഉണ്ടാവില്ല. നോൺ ബൈൻഡിങ് ആണ്. ബൈൻഡിങ് എന്ന് മീൻസ് ചെയ്തേ പറ്റൂ നമ്മൾ, അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻസ് നമ്മൾ നേരിടേണ്ടി വരും. നോൺ ബൈൻഡിങ് ആണ്. വെയർ കൺട്രീസ് ഔട്ട്ലൈൻ എഫേർട്സ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകം പഠിക്കണം. സോ എവറി 5 ഇയേഴ്സിൽ ഈ ഒരു പ്ലാൻസിൻ്റെ എത്രത്തോളം നമ്മൾ ആ ഒരു പ്രോഗ്രസ്സിലെത്തി എന്നുള്ള റിപ്പോർട്ട് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു പ്ലാൻ അനുസരിച്ച്. നെക്സ്റ്റ് നെറ്റ് സീറോ ഗോൾ. നമ്മൾ നെറ്റ് സീറോ എമിഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 2070 എൻവയൺമെൻറ്റിൽ എപ്പോഴും ഈ ഫിഗേഴ്സ് ശ്രദ്ധിക്കുക. ഫിഗേഴ്സ് മാറ്റിത്തരാം. 2017 എന്നുള്ളത് 2015 എന്നൊക്കെ തരാം. സോ 2070 നെറ്റ് സീറോ എമിഷന് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലൈമറ്റ് ഫിനാൻസ് എന്താണ്? ഡെവലപ്ഡ് കൺട്രീസ് ആർ കമ്മിറ്റഡ് ടു സപ്പോർട്ടിംഗ് ഡെവലപ്പിംഗ് നേഷൻസ്. ഇത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാർബൺ മാർക്കറ്റും ക്ലൈമറ്റ് ഫിനാൻസിങ്ങും. കാര്യം ഡെവലപ്ഡ് കൺട്രീസാണ് ഓൾമോസ്റ്റ് ഈ ഡാമേജസിനെല്ലാം കാരണം. സോ ഈ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അത് മാത്രമല്ല സസ്റ്റൈനബിളായിട്ടും എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യാനായിട്ടും ഡെവലപ്പിംഗ് കൺട്രീസിന് ഫണ്ട് നൽകും. ഈ ഫണ്ട് കളക്ട് ചെയ്തിട്ട് എഗ്രിമെൻറ്റ്സിൻ്റെ കീഴിൽ ഫണ്ട് കളക്ട് ചെയ്ത് നൽകും. ഓക്കെ, ഇതാണ് ക്ലൈമറ്റ് ഫണ്ട്. എക്സാമ്പിൾ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ റീപ്ലേസ് ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആക്കുക, അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ എനർജീസിൽ നിന്നും എനർജി കണ്ടെത്തുക. ഇതെല്ലാം പെട്ടെന്ന് പറയാൻ ഈസിയാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ ഒരു കൺട്രിക്ക്, ഡെവലപ്പിംഗ് കൺട്രീസിന് വളരെ ഡിഫിക്കൾട്ടാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ ആയാലും ശരി, ബാക്കിയുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ആയാലും ശരി, അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈലി ഒരുപാട് ഫണ്ട് നീഡായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇന്ത്യസ് NDC ടാർഗറ്റ്സ് എന്താണെന്ന് നോക്കാം. റീസെൻ്റ്ലി അപ്രൂവ്ഡ് ഇറ്റ് എയിംസ് ഫോർ 60% നോൺ ഫോസിൽ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി. നമ്മൾ ന്യൂക്ലിയർ പവറിലേക്കും അത് മാത്രമല്ല ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കും ബാറ്ററി ലിങ്ക്ഡ് പവേഴ്സിലോട്ടും നമ്മൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 60% ആണ് നമ്മുടെ ടാർഗറ്റ്. ആ 47% റിഡക്ഷൻ ഇൻ എമിഷൻ ഇൻറ്റൻസിറ്റി ബൈ 2035. ഇപ്പോൾ ഉള്ള എമിഷനിൽ നിന്നും 47% കുറയ്ക്കുക 2035 ആകുമ്പോൾ ഫ്രം 2005 ലെവൽസ്. ആൻഡ് ഇൻക്രീസ്ഡ് കാർബൺ സിങ്ക്സ്. കാർബൺ സിങ്ക് എന്താണ്? കാർബൺ സെക്വസ്ട്രേഷൻ എന്താണ്? കാർബൺ മാർക്കറ്റ് എന്താണ്? ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കാർബൺ സിങ്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് അബ്സോർബബിൾ ഫോമിലായിട്ട് ലോങ് ടേം ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് കാർബൺ സിങ്ക്, കാർബൺ സെക്വസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ 2070 നെറ്റ് സീറോ ഗോൾ അച്ചീവ് ചെയ്യുമെന്നാണ് നമ്മുടെ NDCയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ഇൻ്റർനാഷണലി നിലനിൽക്കുന്ന എൻവയൺമെൻറ്റൽ ട്രീറ്റീസ്, പ്രോട്ടോകോൾസ്, കൺവെൻഷൻ, ഇതെല്ലാം ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് സ്പീഡാണ് ഈ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് മറ്റ് കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്ത സെഷനിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.